കല്യാണത്തിന് മുന്നേ എനിക്ക് ഏറ്റവും കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന് ഡ്രോയിങ്ങും അതുപോലെ തന്നെ വയലിൻ എന്ന് പറയുന്നത്. എനിക്ക് രണ്ടും പഠിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ വീട്ടിൻ്റെ അടുത്തെങ്ങും ഇത് പഠിപ്പിക്കുന്ന ആൾക്കാരും ഇല്ലായിരുന്നു. ഉള്ള സ്ഥലത്ത് പോയി പഠിക്കാൻ എൻ്റെ വീട്ടിൽ തൊട്ട് സമ്മതിച്ചിട്ടും ഇല്ലായിരുന്നു. അങ്ങനെ അതിലൊന്നായിട്ടുള്ള ഡ്രോയിങ് പഠനം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതെൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് കേട്ടോ. അപ്പം രാവിലെ ഞാൻ എണീറ്റ് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. കാരണം എനിക്ക് കഴിച്ചിട്ട് വേണ്ടേ ക്ലാസ്സിന് പോകാൻ. അങ്ങനെ കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് നേരെ നമ്മൾ ഡ്രോയിങ് ക്ലാസ്സിന് പോവുകയാണ്. ആദ്യത്തെ 2 ദിവസം ക്ലാസ്സിന് പോയപ്പോൾ എനിക്ക് ചെറിയ ചമ്മലുണ്ടായിരുന്നു കേട്ടോ. ചെറിയ ചമ്മലൊന്നും അല്ല, ഇച്ചിരി വലിയ ചമ്മലായിരുന്നേ. പക്ഷെ ഈ മൂന്നാമത്തെ ദിവസം ക്ലാസ്സിന് പോകുമ്പം എനിക്ക് ആ ചമ്മലൊന്നും മുഖത്തില്ല കേട്ടോ. കാരണം കുഞ്ഞുങ്ങളെയൊക്കെ കുറേയൊക്കെ കണ്ടൊന്ന് മുഖപരിചയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആരൊക്കെ എന്നെ നോക്കി ചിരിക്കും എന്നൊരു ധാരണയൊക്കെ ഉള്ളത് കൊണ്ട് നേരെ താണ്ട് ചെരുപ്പൊക്കെ ഊരിയിട്ട് ക്ലാസ്സിലോട്ട് അങ്ങ് കയറുകയാണ്. കയ്യിൽ എന്തായാലും മുട്ടായി എന്ന് ചോദിച്ചാൽ ഇന്ന് ആർഷയുടെ മോളുടെ, ആർഷ എന്ന് പറഞ്ഞ ഞങ്ങൾ ടീച്ചറാണ് കേട്ടോ, പുള്ളിക്കാരുടെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ മിഠായി കിട്ടി. പിന്നെ ഈ കൈ ഇരിക്കുന്ന ചിപ്സ് ആ പിങ്ക് ഷർട്ടിട്ട മോൻ എനിക്ക് കൊണ്ടുവന്ന് തന്നെയാണ് കേട്ടോ. അവർക്ക് സ്നാക്സിന്റെ ബ്രേക്ക് ടൈം ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്കും ഒരു ചിപ്സ് ഇന്ന് കിട്ടി. ഇന്ന് നമ്മൾ ട്രീസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ടീച്ചറെ കാണിച്ചു തരാം. അതാണ് ആർഷ. അപ്പോൾ ഞാൻ അന്നായിരുന്നു ആക്ച്വലി ആർഷയോട് ഞാൻ വീഡിയോ എടുക്കുന്ന പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ദിവസം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ പുള്ളിക്കാരോട് പെർമിഷൻ ഒന്നും ചോദിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഒരു മൂന്നാമത്തെ ക്ലാസ്സൊക്കെ ആയി, കുറച്ച് അടുപ്പമൊക്കെ ആയപ്പോൾ ഞാൻ ആർഷയോട് പറഞ്ഞു, ചെറുതായിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വീഡിയോ ഇടും, ഒരു വീഡിയോ എടുത്തോട്ടെ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു. പുള്ളിക്കാരി എടുത്തടിച്ച വായിൽ എടുത്തോ, അതിനെന്താ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അന്ന് തൊട്ട് പിന്നെ ഉഷാറായിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ആഴ്ചയിൽ 2 ദിവസം കേട്ടോ ക്ലാസ് ഉള്ളത്, ശനിയും ഞായറും. ഒരുപാട് നാൾ ആഗ്രഹിച്ചിരുന്നിട്ട് ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ശനിയും ഞായറും ആവാൻ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. പക്ഷെ ഈ കഴിഞ്ഞ ആഴ്ച എനിക്ക് 2 ദിവസം ക്ലാസ്സിൽ പോകാൻ പറ്റിയില്ല. കാരണം നല്ല പനിയും ചുമയായിട്ട് 2-3 ദിവസം ആശുപത്രിയിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല. എങ്കിലും പിന്നീട് ഇപ്പം ഞാൻ ഉഷാറായിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും പോയി തുടങ്ങണം. ആർഷയുടെ കാര്യം പറയുവാണെങ്കിൽ അടിപൊളിയായിട്ടാണ് പുള്ളിക്കാരി എല്ലാവർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. കുഞ്ഞുങ്ങളുടെ അടുത്ത് പോയും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് എന്നെയും കൺസിഡർ ചെയ്യാറുള്ളത് കേട്ടോ. ഞാൻ ഇത്രയും വളർന്നു എന്നൊന്നും കരുതി എന്നെയും ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് തന്നെയാണ് ആർഷ കരുതാറുള്ളത്. അല്ലാതെ ഞാനൊരു വലിയ കുട്ടിയായിട്ടൊന്നും എന്നെ കൺസിഡർ ചെയ്യാറില്ല. ബേസിക് തൊട്ട് എനിക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. കഴിഞ്ഞ ദിവസത്തെ പോലെ ഈ ദിവസം എനിക്ക് മരങ്ങളുടെ ഒരു ഷീറ്റായിരുന്നു വരയ്ക്കാൻ കിട്ടിയിട്ടുള്ളത്. എൻ്റെ വാഴ എങ്ങനെയുണ്ട് മക്കളെ, പൊളിയല്ലേ? അപ്പോൾ വാഴക്കല വരയ്ക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തന്നു. ഇനി അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഇന്ന് എനിക്ക് കിട്ടിയ പുതിയ 2 കൂട്ടുകാരാണ് ഇവർ രണ്ടുപേരും. പക്ഷെ ഞാൻ പേര് മറന്നുപോയി കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇവരുടെ പേര് പറയാം. അങ്ങനെ നമ്മൾ വാഴക്കുലയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ആർഷ ടീച്ചറിനെ കൊണ്ട് കാണിക്കണം. അവിടെയാണ് ആർഷ ഇരിക്കുന്നത്, അവിടെ കൊണ്ടുപോയി ഇത് കാണിക്കാം. സത്യം പറഞ്ഞാൽ പിള്ളേരുടെ കൂട്ടിരുന്ന് വരയ്ക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇത്രയും ഏജുള്ള ഞാൻ അവരുടെ കൂട്ടിരുന്ന് വരച്ചപ്പം ആദ്യം ഒരു കൗതുകത്തോടൊക്കെയാണ് അവരെന്നെ നോക്കിയത്. പിന്നെ അവരത് അക്സെപ്റ്റ് ചെയ്ത് എന്നെയും അവരിൽ ഒരാളാക്കി. അതുകൊണ്ടാണ് ഇങ്ങനെ ബ്രേക്ക് ടൈമിൽ ഇടയ്ക്ക് ഫ്രൂട്ട്സും സ്നാക്സും ഒക്കെ കിട്ടാറുള്ളത്. അടുത്ത ക്ലാസ്സിൽ എന്തായാലും ഇവർക്ക് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് കൊടുക്കണം എന്നൊക്കെ കരുതി തന്നെയാണ് ഞാനിത് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ തൊട്ടടുത്ത ക്ലാസ്സിൽ ഞാൻ ചെന്നപ്പം മേടിക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അടുത്ത ക്ലാസ്സിലെ വിശേഷത്തിൻ്റെ കൂടെ പറയാം. അങ്ങനെ ഇന്നത്തെ ഡ്രോയിങ് ക്ലാസ് എൻ്റെത് കഴിഞ്ഞിട്ടുണ്ട്. അവർ 10:30-11 ബാച്ചായിട്ടാണ് വന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. അവരെനിക്ക് ടാറ്റയൊക്കെ തന്ന് വിടുകയാണ് കേട്ടോ. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എനിക്ക് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയ ദിവസമല്ലേ. ഇതിടക്ക് നമ്മുടെ ഏജ് ഗ്രൂപ്പായിട്ടുള്ളവർ മാത്രമല്ല നമുക്ക് ഫ്രണ്ട്സ് ആക്കാൻ പറ്റുന്നത്. ഏത് ഏജ് ഗ്രൂപ്പിലെ പിള്ളേരെയും നമ്മുടെ ഫ്രണ്ട്സ് ആക്കാൻ നമുക്ക് പറ്റും കേട്ടോ. ഞാൻ വീട്ടിൽ ചെന്നപ്പം സൺഡേ ആയതുകൊണ്ട് തന്നെ ഏട്ടൻ എണ്ണീറ്റിട്ടേ ഇല്ലായിരുന്നു. 12 മണിക്കാണ് ഞാൻ വീട്ടിൽ ചെന്നത്. അപ്പോഴും ഏട്ടൻ നല്ല ഉറക്കമായിരുന്നു. ഇത് വീഡിയോയിൽ എടുത്തിട്ടാൽ എന്നെ ഇനി വീട്ടിൽ കയറ്റത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. എങ്കിലും ഞാനതെല്ലാം വീഡിയോ എടുത്ത് ഇട്ടിട്ടുണ്ട്. ഇനി എന്താകുമോ എന്തോ. ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഏട്ടന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഉണ്ടാക്കി വെച്ച ചപ്പാത്തിയാണ്. ആ മനുഷ്യരാണെങ്കിൽ ഉറക്കം വേണ്ടിയിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കുള്ളൊരു പ്രധാന പരിപാടി ഞാൻ വരച്ച പടങ്ങളൊക്കെ ഇവരെയൊക്കെ കാണിക്കണം. അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല കേട്ടോ. അങ്ങനെ ഏട്ടനെ അപ്പൂനെ കാണിച്ചപ്പോൾ വാഴയിൽ ഇങ്ങനല്ല, മരത്തിൻ്റെ ഇല ഇങ്ങനല്ല എന്നൊക്കെ അവർ തള്ളുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ മൈൻഡ് ചെയ്തില്ല. കൊച്ചുകുട്ടികളല്ലേ എന്തേലും പറയട്ടെന്ന് കരുതി. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഡ്രോയിങ് ക്ലാസ്സിൻ്റെ വിശേഷങ്ങൾ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.